ഹായ് ഹലോ. അപ്പം നമ്മൾക്കിന്ന് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ ഒരു സിമ്പിളായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായി ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരു 100 ഗ്രാമോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പരിപ്പിലേക്ക് വെണ്ടയ്ക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ട് നന്നായി ഒന്ന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ആ വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് മാറ്റി വെച്ച് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക നന്നായി വറുത്തെടുത്ത് അതും മാറ്റിയ ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായം ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം തേങ്ങ, കൊത്തമല്ലി, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ജീരകം, 2 ചുവന്നുള്ളി ഇതെല്ലാം കൂടി നന്നായി വഴന്നെടുക്കുന്നുണ്ട്. ഈ മസാല മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിതിൽ സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, ഓരോരുത്തരുടെ വീട്ടിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നന്നായി വഴണ്ട് വരുന്നതിനുള്ളിൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ട പുളിയും കൂടെ നമ്മളൊരു ചെറുനാരങ്ങ സൈസിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത്തിരി പുളി, ചെറുനാരങ്ങ സൈസിലുള്ള പുളി കൂടെ മാറ്റി വെച്ചില്ലേ, അതുകൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ തേങ്ങയൊന്ന് അരച്ച് ഇതിലേക്ക് കൊട്ടാം. അങ്ങനെ തേങ്ങ അരച്ച് നമ്മളിതിലേക്ക് കൊട്ടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം വെക്കണേ. പാകത്തിനുള്ള വെള്ളം വെച്ച ശേഷം കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യത്തിന്, കറിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം വെക്കുന്നുണ്ട്. കൂടാതെ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടെ പോരാന്ന് കൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കൊത്തമല്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. എണ്ണയൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് നമ്മുടെ വറ്റൽമുളക് ഇട്ട് നമ്മുടെ താളിപ്പ് റെഡിയായി. അപ്പം നമ്മൾ അതും കൂടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കറി കേട്ടോ. വേറെ മസാലകൾ, സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.